എല്ലാം മായയാണ്. ബോസ് ഇപ്പോ ചൂടായി നിൽക്കുന്ന അഗ്നിപർവ്വതം പോലെ തിളച്ചു നിൽക്കുക. ഒന്നും മാറിയിട്ടില്ല. ഇനി എന്താ നടക്കാൻ പോകുന്നതെന്നും അറിയില്ല. എനിക്കിനി ഒരുപാട് ജോലികളുണ്ട്. അമൂല്യ മേഡത്തിന് കോഫി കൊടുക്കണം, ഫുഡ് റെഡിയാക്കണം. നിങ്ങൾ രണ്ടുപേരും ആലോചിക്കും. കോഫി കൊടുത്തിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി തരാം. വിശക്കുന്നു. അളിയാ വാ, നമുക്ക് എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. ആഹാരം കഴിച്ചില്ലെങ്കിലേ ഒന്നിനുള്ള എനർജി ഉണ്ടാവില്ല. ഒരിക്കലും നടക്കാത്ത ഈ എൻഗേജ്മെന്റിന് ഇത്രയൊക്കെ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമുണ്ടോ? ടൂ ബാഡ്. നിങ്ങൾ എത്രയൊക്കെ ഡെക്കറേറ്റ് ചെയ്താലും ശരി, ഞാനിതൊക്കെ നശിപ്പിക്കാൻ പോകുമല്ലേ. ഇഡിയറ്റ്സ്. മേഡം, മേഡം, ഗുഡ് മോർണിംഗ്. സോറി മേഡം, കോഫി തരാൻ ഞാൻ പെർമിഷൻ ഇല്ലാതെ മുറിയിലേക്ക് കയറി. സാരമില്ല. ഗുഡ് മോർണിംഗ്. താങ്ക് യു. പിന്നൊരു കാര്യമുണ്ട്. ആദ്യ മേഡം, ഇന്ന് എൻഗേജ്മെന്റ് ആയതുകൊണ്ട് മേഡത്തിന് പുതിയ ഡ്രസ്സ് വാങ്ങിയിട്ടുണ്ട്. ആണോ? എടുത്ത് നോക്കട്ടെ. സൂപ്പർ ആയിട്ടുണ്ട്. താങ്ക് യു എടത്തി. പിന്നെ മേഡം തെറ്റിദ്ധരിക്കില്ലെങ്കിൽ എനിക്ക് ഒരു ചെറിയ റിക്വസ്റ്റ് പറയാനുണ്ടായിരുന്നു. എന്താ? വേറൊന്നുമല്ല മേഡം, ഇന്ന് നിങ്ങളുടെ എൻഗേജ്മെന്റ് ആണല്ലോ. സോ ബോസുമായിട്ട് മേഡം വഴക്കല്ലേ. ഇന്നൊരു ദിവസത്തേക്ക് സൈലന്റ് ആയിട്ടിരിക്കണം, അത്രയേ ഉള്ളൂ. ഇത് പോയി നിന്റെ ബോസിനോട് പറ. എന്നെ അവൻ വെറുതെ ഇറിറ്റേറ്റ് ചെയ്യാമെന്നാ ഞാൻ വെറുതെ ഇരിക്കണം എന്നാണോ? ഞാൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കണ്ടേ? നീതികേടൊന്നും കണ്ടോണ്ടിരിക്കാൻ പറ്റില്ല. പലിശ സഹിത ഈ അമ്മ തിരിച്ചു കൊടുത്തിരിക്കും. ഒരിടത്ത് ചെകുത്താൻ, മറ്റൊരിടത്ത് കടല്. ഇവരുടെ കല്യാണം കഴിഞ്ഞാ പിന്നെ ആ കുടുംബത്തില് ദിവസവും പ്രശ്നങ്ങൾ തന്നെയായിരിക്കും. എന്താടോ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നെ? ഞാൻ പറഞ്ഞത് വേറൊന്നുമല്ല മേഡം. കല്യാണം കഴിഞ്ഞാ പിന്നെ വേദാന്ത് ബോസിനെ മേഡത്തിന്റെ കയ്യിലോട്ട് കിട്ടുമല്ലോ. അത് കഴിഞ്ഞാ ഭാര്യ വരച്ച വരയിൽ ഭർത്താവ് നിൽക്കണമെന്നാണല്ലോ ലോകത്തിന്റെ ഒരു നിയമം. ഇപ്പോഴാണെങ്കിൽ സുപ്രീം കോടതി ഭാര്യമാര് പറയുന്നത് ഭർത്താക്കന്മാരെ അനുസരിക്കണമെന്ന് പറഞ്ഞിരിക്കല്ലേ. അതുകൊണ്ട് ഈ കല്യാണം കഴിയുന്നവരെ മേഡം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ലേ നല്ലത്. ആയിക്കോട്ടെ, എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. താൻ പോവാൻ നോക്ക്. ശരി മേഡം, ഞാൻ അടുക്കളയിലുണ്ടാകും. എന്താളിയാ ഫോണും കയ്യിൽ പിടിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കാണല്ലോ. അവരിങ്ങോട്ട് ഇറങ്ങിയിട്ട് എപ്പോഴാ എത്താന്നറിയാൻ വേണ്ടി ഫോൺ വിളിച്ചിട്ടാണെങ്കിൽ ആരും എടുക്കുന്നില്ല. ശരി എന്നാ ട്രൈ ചെയ്യ്. അവരെല്ലാരും കൂടെ എത്തിക്കഴിഞ്ഞാ പിന്നെ നമ്മൾ സേഫ് ആവും. ഇന്ന് വിചാരിച്ച പോലെ തന്നെ എല്ലാം നടക്കണളിയാ. ചേട്ടന് റൗഡി കൊച്ചിന്റെ എൻഗേജ്മെന്റില് ഫുള്ള് തടസ്സങ്ങളേ ഉള്ളൂ. എന്താളിയാ, എന്തു പറ്റി? ആദ്യയെ നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടാവൂലേ? അതെ വിക്കി, എനിക്ക് അവളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. സാധാരണ പോലെ ആയിരുന്നെങ്കിൽ എനിക്ക് ഇത്രയും പ്രശ്നം വരില്ലായിരുന്നു. എല്ലാവരുടെ ചോദ്യങ്ങൾക്കും മറുപടി പറഞ്ഞ് അവളാകെ മടുത്തിട്ടുണ്ടാവും. അതാ യോഗ ക്ലാസ്സിന് പോകാൻ പറഞ്ഞു. വേദാന്തിന്റെ എൻഗേജ്മെന്റ് കഴിഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും അറിയിക്കാന്ന് വിചാരിച്ചു. പക്ഷെ കാര്യങ്ങളൊക്കെ എങ്ങനെയാണെങ്കിൽ എങ്ങനെയാ മറ്റുള്ളവരെ അറിയിക്കുന്നത്? നിങ്ങളെ രണ്ടുപേരെയും കുറിച്ച് ആലോചിക്കുമ്പോൾ എനിക്ക് അഭിമാനം ഉണ്ടളിയാ. ആദ്യം ഞങ്ങളെക്കാൾ എല്ലാം എളിയതാ. ഞങ്ങൾ എല്ലാവരും കൊഞ്ചിച്ച് വളർത്തിയോളാ. പക്ഷെ ഇങ്ങനൊരു കാര്യത്തില് അവൾക്ക് ഇത്രയും റെസ്പോൺസിബിലിറ്റി ഉണ്ടാവുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ഈ കാര്യം ഇനി ഒരുപാട് ദിവസം നമുക്ക് മറച്ചു വയ്ക്കാൻ പറ്റില്ല. ശരിയാ വിക്കി, വേദാന്തിന്റെ എൻഗേജ്മെന്റ് കഴിയാനാണ് ഞങ്ങൾ കാത്തിരിക്കുന്നത്. അതൊന്നും നടന്നു കഴിഞ്ഞാൽ എല്ലാ രഹസ്യങ്ങളും എല്ലാവരോടും പറയണം.
ഓ, രാക്ഷസി ഇവിടെ എത്തിയായിരുന്നോ? ഇവിടെ വന്ന കാര്യം ഞങ്ങൾ നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ ശ്വാസം വിടാൻ പോലും ഗ്യാപ്പില്ലാത്തൊരു സ്വീകരണം അങ്ങ് തന്നേനെ. നിനക്കെന്തായാലും ബുദ്ധിയില്ല, പക്ഷെ ഞങ്ങൾക്ക് കുറച്ച് ബുദ്ധി കൂടുതലാ. അതെന്താണെന്ന് ഇപ്പൊ കാണിച്ചു തരാം. ഓ, സാധാരണ കാമുകന്മാര് വഴക്കുണ്ടാക്കിയാൽ കുറച്ച് ദിവസം പിണങ്ങിയിരിക്കും. പക്ഷെ നമ്മുടെ ബോസും മേഡവും വഴക്കുണ്ടാക്കിയാൽ 1 മണിക്കൂർ കഴിയുമ്പോൾ മാറും. തനിക്കതെന്തായാലും മനസ്സിലായല്ലോ പൊട്ടാ. എന്നെ ഇങ്ങനെ അണ്ടർസ്റ്റിമേറ്റ് ചെയ്യില്ലേ ചോട്ടാ സ്മോൾ ബോസ്. രണ്ടുപേരെ ഈ ഡ്രസ്സിൽ കാണാൻ സൂപ്പർ ആയിട്ടുണ്ട്. ഇതൊക്കെ മെമ്മറി ആയിട്ട് വെക്കാൻ ഒരു ഫോട്ടോഷൂട്ട് നടത്തണം. ഫോട്ടോഷൂട്ടോ? എന്തിന്? ഇന്ന് നിങ്ങളുടെ എൻഗേജ്മെന്റ് അല്ലേ? പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ഒന്നും കേട്ടിട്ടില്ലേ? അതുപോലെ പ്രീ എൻഗേജ്മെന്റ് ഫോട്ടോഷൂട്ട് നടത്താന്ന് പ്ലാൻ ചെയ്യാം. അതെങ്ങനെയുണ്ട്? ഇപ്പൊ എന്തായാലും പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫേഴ്സിനെ വിളിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ തന്നെ ഫോട്ടോസ് എടുക്കാൻ പോവാ. എല്ലാരും ചിരിച്ചേ. നിങ്ങൾക്കൊക്കെ എന്താ ശരിക്കും വട്ടാണോ? ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങളുടെ നിശ്ചയം നടക്കാൻ പോവാന്ന് നിങ്ങളോട് ആരാ പറഞ്ഞേ? അല്ലെങ്കിൽ തന്നെ ഈ വട്ട് കേസിനെ കെട്ടാൻ മാത്രം എനിക്ക് എന്താ വട്ട? ആഹാ, അങ്ങനെയാണോ? എന്റെ കാര്യം അതുപോലെ തന്നെയാ. നീ ഇല്ലാതെ എനിക്ക് പറ്റില്ല, നിന്നെ മാത്രമേ കല്യാണം കഴിക്കുന്നു പറഞ്ഞു നടക്കല്ല ഞാൻ. നിന്നെ പോലെ ഒരു റോബോട്ടിനെ കല്യാണം കഴിക്കാൻ എനിക്കെന്താ ഭ്രാന്തുണ്ടോ? കാര്യങ്ങളൊന്നും നമ്മൾ വിചാരിച്ചതുപോലെയല്ല. അവര് വീണ്ടും വഴക്കുണ്ടാക്കാൻ തുടങ്ങി. വേദ്, 2 വർഷം ഞാൻ കോമയിലായിരുന്ന സമയത്തും ഈശ്വരൻ നിന്നെ മറ്റൊരാളുടെ കയ്യിൽ വിട്ടുകൊടുത്തില്ല. എന്നിട്ടും ഇപ്പോ ഞാൻ ഇത്ര ആക്റ്റീവായിട്ടിരിക്കുന്ന സമയത്ത് അവനെ ആർക്കെങ്കിലും വിട്ടുകൊടുക്കോ? നോ വേ, ചാൻസേ ഇല്ല. എന്താണെന്നറിയോ, വേദ് എനിക്കുള്ളതാണെന്ന് എന്നെ ഫിക്സ് ആയതാ. അപ്പൊ നിങ്ങൾ രണ്ടുപേരുടെ എൻഗേജ്മെന്റ് നടക്കാൻ ഞാൻ അനുവദിക്കോ? ടെൽ മീ വൈ. ഐ നോ യുവർ വീക്ക്നെസ്. ക്രാക്കേഴ്സാ ഇത്. വേദാന്തിന് പണ്ട് മുതലേ ക്രാക്കേഴ്സ് പേടിയാണ്. ഈ ക്രാക്കേഴ്സ് മറ്റുള്ളവര് സന്തോഷ സമയത്ത് മാത്രം ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ നിങ്ങളുടെ സന്തോഷം നശിപ്പിക്കാൻ വേണ്ടി ഞാനിത് ഉപയോഗിക്കാൻ പോകുന്നു.
ലെറ്റ്സ് സെലിബ്രേറ്റ്. മതി മതി, നീ എന്താ വലിയ ഐശ്വര്യ റോയ് ആണോ? നീ എന്താ മിസ്റ്റർ വേൾഡ് ആണെന്നാണോ വിചാരിച്ചിരിക്കുന്നത്? നീ പോവാൻ നോക്ക്, എനിക്കറിയാം എന്താ ചെയ്യുന്നത്. Just shut up. യു ഷട്ട് അപ്പ്. ചേട്ടാ 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 ചേട്ടാ, നിങ്ങൾ രണ്ടുപേരുടെ കാല് പിടിക്കാൻ ഞാൻ ദയവ് ചെയ്ത് വഴക്കുണ്ടാക്കരുത് പ്ലീസ്. തുടങ്ങിയത് അവനല്ലേ, അവനോട് പറഞ്ഞാ മതി. എല്ലാത്തിനും കാരണം ഇവളോട് പറ. എന്തിനാ എന്നെ ഇങ്ങനെ നോക്കുന്നേ? ഓ, എനിക്ക് മനസ്സിലായി. എന്തൊക്കെ ഡ്രാമ കാണിച്ചാലും നിങ്ങളും മേനോ കുടുംബത്തിലുള്ളവരും ഒരുപോലെയാണല്ലോ. അടിപൊളി അമ്മു, നീ പറഞ്ഞത് ശരിയാ. സോറി, അവള് പറയുന്ന ഡയലോഗ് സ്ഥിരം ഞാൻ പറയുന്ന ഡയലോഗ് ആണല്ലോ. അതിന്റെ ഫ്ലോയിൽ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയതാ. നോക്ക്, നിങ്ങളുടെ വഴക്ക് കണ്ട് കണ്ട് ഞങ്ങൾക്ക് ഇറിറ്റേഷൻ ആയിരിക്കാം. മര്യാദയ്ക്ക് ഫോട്ടോഷൂട്ട് ചെയ്യാൻ സമ്മതിച്ചോ, ഇല്ലെങ്കിൽ തലമുട്ടി തിരിക്കട്ടെ. വാട്ട് നോൺസെൻസ് വിക്രാന്ത്, നീ എന്താടാ ഈ പറയുന്നേ? നിങ്ങൾ ഇപ്പൊ ഇതിന് സമ്മതിച്ചില്ലെങ്കിൽ അറിയാലോ, ഈ വിക്കിയുടെ ശരിക്കുള്ള സ്വഭാവം കാണും. ഓക്കെ, ഞാൻ സമ്മതിച്ചാലും ഇവളെ സമ്മതിക്കും തോന്നുന്നില്ല. ഞാൻ സമ്മതിക്കില്ലെന്ന് തീരുമാനിക്കാൻ ഇവൻ ആരാ? അല്ല, സമ്മതിക്കില്ലെന്ന് എപ്പോഴെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നോ? ശരി 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 ശരി, ആരും ഒന്നും പറഞ്ഞിട്ടില്ല. രണ്ടുപേരും പോസ് ചെയ്ത് നിന്നാ മതി, ബാക്കി ഞങ്ങൾ നോക്കിക്കോളാം. Ready? എവിടെയെങ്കിലും കപ്പിൾ ഫോട്ടോഷൂട്ടിന്റെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ എടുത്ത് അപ്ലോഡ് ചെയ്യാമായിരുന്നു. ഒരു ഡൗട്ടും വേണ്ട, അവാർഡ് കിട്ടിയേനെ. അളിയ, എന്താ പറ്റിയേ? ആരുടെ കൊള വന്നേ? മുത്തശ്ശിയല്ലേ സംസാരിച്ചത്? വീട്ടിലെന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ വിക്കി, മുത്തശ്ശൻ തന്നെ വിളിച്ചത്. ഈ എൻഗേജ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും, ഇന്ന് നടത്താൻ പറ്റില്ല. കഥയില് വീണ്ടും ട്വിസ്റ്റോ? എന്താ അളിയ, എന്താ കാര്യം? വീട്ടിലുള്ളവർക്ക് ഇങ്ങോട്ട് വരാനുള്ള പെർമിഷൻ കിട്ടിയില്ല. അതുകൊണ്ട് ആർക്കും ഇങ്ങോട്ട് വരാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന എൻഗേജ്മെന്റ് മുഹൂർത്തം മാറിപ്പോവില്ലേ? അതെ വിക്കി, അങ്ങനെ തന്നെ നടക്കുള്ളൂ. പക്ഷെ നമുക്കിപ്പോ ഒന്നും ചെയ്യാൻ പറ്റില്ല. അവരില്ലാതെ നമ്മൾ എൻഗേജ്മെന്റ് നടത്തിയിട്ട് കാര്യമില്ലല്ലോ. അല്ലളിയ, ഇന്ന് കഴിഞ്ഞാ പിന്നെ നല്ലൊരു മുഹൂർത്തം ഉണ്ടാവില്ലെന്ന് മുത്തശ്ശിയല്ല നമ്മളോട് പറഞ്ഞേ? വേറെ വഴിയില്ല വിക്കി, ഇന്ന് നടത്താൻ പറ്റില്ല. കല്യാണമാണെങ്കിലും എൻഗേജ്മെന്റ് ആണെങ്കിലും എല്ലാവരുടെ സാന്നിധ്യം ഉണ്ടാവണ്ടേ. എന്തിന്റെ പേരിലാണെങ്കിലും അവരൊന്നുമില്ലാതെ എൻഗേജ്മെന്റ് നടത്തുന്നത് തെറ്റാണ്.
എൻഗേജ്മെന്റ് എന്തായാലും ക്യാൻസൽ ആയല്ലോ. എനിക്കിതിന് തീരെ താല്പര്യമില്ലെന്ന് ഭഗവാൻ മനസ്സിലായി കാണും. രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ ഈ റോബോട്ടുമായിട്ട് ലൈഫ് ടൈം കമ്മിറ്റ്മെന്റ് വെക്കേണ്ടി വന്നേനെ. എടാ കളച്ചെറുക്ക, ഇതിനൊക്കെ കാരണം നീയാ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു തടസ്സം ഉണ്ടാവുള്ളൂ. എക്സ്ക്യൂസ് മീ, ഞാൻ എന്ത് ചെയ്യുന്നു? നീ ചെയ്തില്ലെന്നോ? കല്യാണത്തിന് ലൊക്കേഷൻ നോക്കാനെന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചോണ്ട് വന്ന നീയല്ലേ? ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എടി, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് ഞാൻ എങ്ങനെ അറിയാന്? എല്ലാം അറിഞ്ഞു വെക്കണമല്ലോ. ഒട്ടും സെൻസ് ഇല്ലാത്തവനെ നീ എന്നങ്ങ് സമ്മതിക്കണം. എൻഗേജ്മെന്റ് നടക്കുന്നതിന് മുന്നേ കല്യാണത്തിന് ലൊക്കേഷൻ നോക്കാൻ വന്നവനാ നീ. നിന്റെ തലയിലുള്ളത് ബ്രെയിൻ അല്ല, കിഡ്നി ആണെന്നാ തോന്നുന്നത്. ഇങ്ങനെയൊക്കെ സംഭവിച്ച ഞാൻ നിങ്ങളെ കൊണ്ടുവന്നോണ്ടല്ല. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നീ ഇങ്ങനെ ബഹളം ഉണ്ടാക്കുന്നതുകൊണ്ട് മാത്രം. മനസ്സിലായോ? കഷ്ടകാലത്തിന് ലോക്ക്ഡൌണുമായി. ഇല്ലെങ്കിൽ ഞാൻ എത്ര സന്തോഷമായിട്ട് വീട്ടിലിരിക്കേണ്ടെന്ന് അറിയോ? ആഹാ, നീ അങ്ങനെ പറയണ്ട. സില്ലി ഫൈറ്റ്സ് തുടങ്ങി വെച്ചത് നീയാ, ഞാനല്ല. എന്നിട്ടിപ്പോ എന്നെ കുറ്റം പറയുന്നു. തെറ്റ് ചെയ്തെങ്കിൽ അത് സമ്മതിക്കാൻ നോക്ക്, അല്ലാതെ മറ്റുള്ളവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ഇങ്ങോട്ട് വന്ന് നല്ല ഉദ്ദേശത്തോടു കൂടിയാ. അതുകൊണ്ടാ ഇവരെല്ലാരും കൂട്ടി വന്നേ. പക്ഷെ നീയോ എന്റെ ഐഡിയാസ് ഒന്നും കൊള്ളില്ല എന്ന് പറഞ്ഞ് എന്നെ കളിയാക്കല്ലേ നീ ചെയ്തേ? അതെന്താടി നീ മറന്നുപോയോ? ഇവരുടെ ഈ വഴക്ക് കുറച്ചു നേരം കൂടെ നീണ്ടു നിന്നാ ഇവിടെ എന്തായാലും ഒരു ശവം വീഴും. ഇതെന്തായാലും വൈറലാകാനുള്ള പോക്ക് തന്നെയാ. രണ്ടുപേരൊന്നും മിണ്ടാതിരിക്കൂ. ഇപ്പൊ എൻഗേജ്മെന്റ് പോസ്റ്റ്പോൺ ചെയ്താൽ കല്യാണം പോസ്റ്റ്പോൺ ചെയ്യേണ്ടി വരും. കണ്ടില്ലേ നിങ്ങൾ വഴക്കുണ്ടാക്കിയിട്ട് ഇപ്പൊ എന്താ സംഭവിച്ചെന്ന്? ഇപ്പൊ ഈ എൻഗേജ്മെന്റ് ക്യാൻസൽ ആയത് പെർമനന്റ് ആയിട്ട് ഇത് ഒരിക്കലും നടക്കാതിരിക്കാൻ വേണ്ടിയാ. ഐ നോ യുവർ വീക്ക്നെസ്, സ്വീറ്റ് ഹാർട്ട്. ഇനി നിങ്ങൾക്കിടയിൽ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, വേദ്.